കൊല്ലത്ത് ഒരു 7 വയസ്സുകാരി പേവിഷബാധയേറ്റ് മരിച്ചത് നമ്മൾ വളരെ ദുഃഖത്തോടെയാണ് വായിക്കുന്നത്. ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ മൂന്നാമത്തെ മരണമാണ്. 2025 ആദ്യത്തെ 5 മാസം തന്നെ 20ഓളം മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾക്കാണ് തെരുവുനായൻ്റെ കടിയേറ്റിട്ട് ചികിത്സ തേടി പോകുന്നത്. പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, ജാഗ്രത പാലിക്കാനാണ്. തെരുവുനായൻ്റെ കടിയേറ്റാൽ അല്ലെങ്കിൽ പൂച്ചയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ആനിമൽസിൻ്റെ കടിയേറ്റാൽ അത് വളർത്തുന്നതാവട്ടെ തെരുവിലുള്ളതാവട്ടെ നമ്മൾ 2 കാര്യങ്ങൾ തുല്യ പ്രാധാന്യത്തോടെ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 100% പേവിഷബാധ നമുക്ക് തടയാൻ പറ്റും. ഒന്നാമത്തത്, നമുക്ക് കടിയേറ്റാൽ നമ്മുടെ മുറിവ് ചെറുതോ വലുതോ ആവട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ള മുറിവിൽ ഒരു നായയുടെ ഉമിനീര് തട്ടി നമുക്ക് തോന്നിയാൽ ആദ്യം ചെയ്യേണ്ടത് ഒരു ഒഴുകുന്ന വെള്ളത്തിൽ ടാപ്പ് വാട്ടറിൽ ഒരു 20 മിനിറ്റോളം 15 മുതൽ 20 മിനിറ്റ് വരെ സോപ്പ് ഉപയോഗിച്ച് നന്നായി വാഷ് ചെയ്യുക. അങ്ങനെ ഒരു 15-20 മിനിറ്റോളം കഴുകുമ്പോൾ ഈ റാബീസ് വൈറസ് ലോഡ് ഒരു 70-80% നമുക്ക് കുറക്കാൻ പറ്റും. രണ്ടാമത്തത്, നമുക്ക് കടിയേറ്റത് വളർത്തുമൃഗമാണോ തെരുവ് പട്ടിയാണോ, നമുക്ക് സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ എന്നൊന്നും നോക്കാതെ ഈ ഒരു 20 മിനിറ്റ് കഴുകിയതിന് ശേഷം ഉടനെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ആവശ്യമായ കുത്തിവെപ്പുകൾ കൃത്യമായ ഇൻ്റർവെല്ലുകൾ എടുത്തുകൊണ്ട് ആവശ്യമായ ചികിത്സ മടി കൂടാതെ പേടി കൂടാതെ എടുക്കുക എന്നുള്ളതാണ്. ആളുകൾ വരുത്തുന്ന തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് നായിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴുകിയിട്ട് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു, ആദ്യത്തെ 20 മിനിറ്റ് ടാപ്പ് വാട്ടറിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പേവിഷബാധ നമുക്ക് 100% തടയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ ഇത് നമുക്ക് സംഭവിക്കില്ല എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ കുട്ടികൾ കളിക്കുന്ന ഇടവും നടക്കുന്ന നടവഴികളിലൊക്കെ തെരുവുനായൻ്റെ ശല്യം ഇല്ലാതിരിക്കാനുള്ള എല്ലാവിധ മുൻകരുതലുകളും ജാഗ്രതയും നമ്മൾ എടുക്കുക. ഈ ഒരു അറിവ് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. നന്ദി.